സുഹൃത്തെ, ഞാൻ ജസ്റ്റിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓയിൽ ഇന്ത്യ കോർപ്പറേഷൻ, അതായത് ഓയിൽ ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു മഹാരത്ന കമ്പനിയിലേക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്രത്തോളം വേക്കൻസികളുണ്ട്, ആപ്ലിക്കേഷൻ ഫീസ് മുതലായ എല്ലാവിധ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മഹാരത്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണ്. ഇതിലേക്ക് ഒരു 100-ലധികം വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റാണ് സൂപ്രണ്ടൻറ്റ് മെഡിക്കൽ ഓഫീസർ ഓർത്തോപെഡിക്സ്. ഒരു വേക്കൻസിയാണുള്ളത്. സാലറി വരുന്നത് 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ്. ഇതിലേക്ക് ഇത് OBCക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള എന്താണ്, MS ഓർത്തോപെഡിക്സ് കഴിഞ്ഞിട്ടുള്ള റെപ്യൂട്ടഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് MS ഓർത്തോപെഡിക്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റാണ് സൂപ്രണ്ടിങ് മെഡിക്കൽ ഓഫീസർ റേഡിയോളജി. ഒരു വേക്കൻസിയാണുള്ളത്. സാലറി സെയിം തന്നെ 80,000 തൊട്ട് 2,20,000 രൂപ വരെ. ഏജ് ലിമിറ്റ് വരുന്നത് 37 വയസ്സ് വരെ ഉള്ള, അൺറിസർവ്ഡിനാണെങ്കിൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. MD റേഡിയോളജിയിൽ MD കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അടുത്തതാണ് സൂപ്രണ്ടിങ് എൻജിനീയർ. 2 വേക്കൻസിയാണുള്ളത്. OBCക്ക് 35 to 37 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/STക്കാർക്കാണെങ്കിൽ 37 to 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. സാലറി സെയിം തന്നെ 80 തൊട്ട് 2,20,000 രൂപ വരെ. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നും പറയുന്നുണ്ട്. അടുത്തതാണ് സീനിയർ ഓഫീസർ കെമിക്കൽ. 2 വേക്കൻസിയാണുള്ളത്. സാലറി വരുന്നത് 60,000 തൊട്ട് 1,80,000 രൂപ വരെയാണ്. ഇതിലേക്കുള്ള അപ്പർ ഏജ് ലിമിറ്റാണ്. അൺറിസർവ്ഡ് 29 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBCക്ക് 32 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കെമിസ്ട്രി ഓഫ് മിനിമം 2 years ഡ്യൂറേഷൻ. പോസ്റ്റ് ഗ്രാജുവേറ്റ് കെമിസ്ട്രിയിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് സീനിയർ ഓഫീസർ. 10 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് സാലറി വരുന്നത് 60,000 തൊട്ട് 1,80,000 രൂപ വരെയാണ്. അൺറിസർവ്ഡിന് 27 വയസ്സ് വരെയും OBCക്ക് 30 വയസ്സ് വരെയും SC/STക്ക് 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മിനിമം 4 വർഷത്തെ കോഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്തതാണ് സീനിയർ ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റി. 11 വേക്കൻസികളുണ്ട്. 60,000 തൊട്ട് 1,80,000 രൂപ വരെയാണ് സാലറി വരുന്നത്. അൺറിസർവ്ഡിന് 27 വയസ്സ് വരെയും OBCക്ക് 30 വയസ്സ് വരെയും SC/STക്ക് 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം. മിനിമം 65% മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്തതാണ് സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ ഓർ സീനിയർ ഇൻറ്റേർണൽ ഓഡിറ്റർ. 11 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് അൺറിസർവ്ഡിന് 29 വയസ്സ് വരെയും OBCക്ക് 32 വയസ്സ് വരെയും SC/STക്ക് 34 വയസ്സ് വരെയും SCക്ക് 34 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി വരുന്നത് 60,000 തൊട്ട് 1,80,000 രൂപ വരെയാണ്. നിങ്ങൾ അസോസിയേറ്റ് മെമ്പർ ഓഫ് ICAI ICMAI അതായത് വെച്ചാൽ CMA കഴിഞ്ഞവർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തതാണ് സീനിയർ ഓഫീസർ മെക്കാനിക്കൽ. 41 വേക്കൻസി. അതിലേക്ക് സാലറി വരുന്നത് 60,000 തൊട്ട് 1,80,000 രൂപ വരെയാണ്. അൺറിസർവ്ഡിന് 27 വയസ്സ് വരെയും OBCക്ക് 30 വയസ്സ് വരെയും SC/STക്ക് 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് മിനിമം 4 years ഡ്യൂറേഷൻ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ മെക്കാട്രോണിക്സ് മൈനിങ് മറൈൻ റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ്. ഇത് ഏതെങ്കിലും എഞ്ചിനീയറിംഗിൽ 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ. അടുത്തതാണ് സീനിയർ ഓഫീസർ. 3 വേക്കൻസിയാണുള്ളത്. സാലറി സെയിം തന്നെ 60,000 തൊട്ട് 1,80,000 രൂപ വരെ. അൺറിസർവ്ഡിന് 27 വയസ്സ് വരെയും OBCക്ക് 30 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിരിക്കണം. IT എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT എഞ്ചിനീയറിംഗ് മിനിമം 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ. അടുത്ത പോസ്റ്റാണ് സീനിയർ ഓഫീസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 6 വേക്കൻസി ഉണ്ട്.
സാലറി 60,000 തൊട്ട് 1,80,000 രൂപ വരെ തന്നെയാണ്. അൺറിസേർവ്ഡ് 27 വയസ്സ് വരെയും OBCക്ക് 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം. അതായത് ഡിഗ്രി എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇതേപോലുള്ള എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എക്സ്ക്ലൂഡിങ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അടുത്തതാണ് സീനിയർ ഓഫീസർ പെട്രോളിയം. 5 വേക്കൻസിയാണുള്ളത്. സാലറി വരുന്നത് 60,000 തൊട്ട് 1,80,000 രൂപ വരെ. അൺറിസേർവ്ഡിന് 29 വയസ്സ് വരെയും OBCക്ക് 32 വയസ്സ് വരെയും SCക്ക് 34 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞവർക്ക് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2 വർഷത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മിനിമം 60% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അടുത്തതാണ് സീനിയർ ജിയോളജിസ്റ്റ്. 3 വേക്കൻസി ഉണ്ട്. സാലറി വരുന്നത് 60,000 തൊട്ട് 1,80,000 രൂപ വരെയാണ്. OBCക്കാണ്. OBCക്ക് 32 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജിയോളജി അപ്ലൈഡ് ജിയോളജി ഓഫ് മിനിമം 2 ഇയേഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അടുത്തതാണ് സീനിയർ ഓഫീസർ. 3 വേക്കൻസിയാണുള്ളത്. 60,000 തൊട്ട് 1,80,000 രൂപ വരെയാണ് സാലറി വരുന്നത്. OBCക്ക് 32 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്കും വേണ്ട ക്വാളിഫിക്കേഷനാണ് MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ്, HR, HRD, HRM. ഇതിൽ MBA കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. മിനിമം 2 വർഷത്തെ കോഴ്സ് ആയിരിക്കണം. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത പോസ്റ്റ് നോക്കാം. സീനിയർ ഓഫീസർ. 2 വേക്കൻസിയാണുള്ളത്. 60,000 തൊട്ട് 1,80,000 രൂപ വരെയാണ് സാലറി വരുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് OBCക്ക് 30-32 പറയുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. മിനിമം 65% മാർക്ക് വേണമെന്നും പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വിത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. മാസ്റ്റേഴ്സ് 4 കഴിഞ്ഞവർക്കും എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് കോൺഫിഡൻഷ്യൽ സെക്രട്ടറി. 1 വേക്കൻസിയാണുള്ളത്. സാലറി വരുന്നത് 50,000 തൊട്ട് 1,60,000 രൂപ വരെയാണ്. അൺറിസേർവ്ഡിന് അല്ലെങ്കിൽ EWSന് 40 വയസ്സ് വരെയും OBC NCL 43 വയസ്സ് വരെയും SC STക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഗ്രാജുവേറ്റ് വിത്ത് 1 or 2 ഇയേഴ്സ് ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് ഓർ മോഡേൺ ഓഫീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സെക്രട്ടറിയൽ പ്രാക്ടീസ് ഓർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ഡിപ്ലോമ ഇക്വലൻ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹാവിങ് മിനിമം 2 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്. 2 വർഷത്തെ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസും വേണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഏകദേശം 100-ലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള വേക്കൻസികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. കാരണം നല്ല സാലറി സ്കെയിൽ തന്നെയാണ് വരുന്നത്. ഏകദേശം 60,000 80,000 മുകളിലോട്ടാണ് സാലറി എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുക ജോയിൻ ചെയ്തത് മുതൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ആർക്കെങ്കിലുമൊക്കെ ഇതേമാതിരി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരപ്പെടുന്നുള്ളത് തീർച്ചയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ജോബ് കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആരും മറക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ പേ ആൻഡ് അലവൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് 500 രൂപയും പ്ലസ് അപ്ലിക്കബിൾ ടാക്സുമാണ്. SC ST PW അതായത് വൈകല്യമുള്ളവർ പിന്നീട് അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസില്ല. EWSനൊന്നും ഫീസില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അപേക്ഷിച്ചോളൂ. പിന്നീട് സെലക്ഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ 2 ഘട്ടമാണ്. ഫേസ് 1 ഫേസ് 2. ഫേസ് 1 എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. CBT 100 മാർക്കിൻ്റെ ടെസ്റ്റാണ്. വെയിറ്റേജ് 85% ഉണ്ടാവും. ക്വാളിഫിക്കേഷൻ മാർക്സ് ജനറൽ ആണെങ്കിൽ 50% ക്വാളിഫിക്കേഷൻ മാർക്കാണ്. OBC ആൻഡ് EWSന് 40% മാർക്കാണ്. SC ST PWBD കാൻഡിഡേറ്റ്സിന് 40% മാർക്കാണ് വേണ്ടത്. ഫേസ് 2 പേഴ്സണൽ നിങ്ങൾ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ 15 മാർക്കാണ് വെയിറ്റേജ്. ഓക്കെ, 15 മാർക്കാണ് ഉണ്ടാവുക. അങ്ങനെ 15% വെയിറ്റേജ്. അതെന്ന് വെച്ചാൽ ഇത് നോൺ ക്വാളിഫൈ മാർക്സാണ്. മുകളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വാളിഫൈ ചെയ്തവർക്ക് ഫേസ് 2 അറ്റൻഡ് ചെയ്യാം. അതിലും ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും. ശേഷം നിങ്ങളെ ഫിസിക്കലും മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷമാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കും. വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. ശേഷമാണ് ഒരു സർവീസ് ബോണ്ട് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ജോലി ലഭിക്കുക. ഓക്കെ,
പിന്നീട് ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇതിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്തോളൂ. അപ്ലൈ ചെയ്യാനുള്ള ഹൗ ടു അപ്ലൈ അതിനുള്ള OIL-India.com എന്നുള്ള വെബ്സൈറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് 5/1 അതായത് ജനുവരി 5 തൊട്ട് ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ അതായത് ഈ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും അവസാനത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. താഴോട്ട് വന്നാൽ ഹൗ ടു അപ്ലൈ ബോർഡ് ഗൈഡ് ലൈൻസ് ക്ലിക്ക് ഓൺ. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പോകേണ്ട വെബ്സൈറ്റ് ഏതാണ്. അതിനുശേഷം രജിസ്റ്റർ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം എല്ലാം പിക്ചേഴ്സ് സഹിതം ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെ എല്ലാവിധ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ആയിട്ട് പിക്ചേഴ്സ് സഹിതം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ടും ഇല്ലാതെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സ് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തോളൂ. എന്നിട്ട് ഉടൻ തന്നെ അപ്ലൈ ചെയ്തോളൂ. ആപ്ലിക്കേഷൻ ഫീസ് ജനറലും OBC കാൻഡിഡേറ്റ്സിനും 500 രൂപയും മറ്റു കാൻഡിഡേറ്റ്സിന് SC/ST, PWBD അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻ അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഒന്നും ഫീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കയറി അപ്ലൈ ചെയ്തോളൂ. ഈ മാസം 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല സാലറി സ്കെയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.